വെൽക്കം ബാക്ക് ടു പാഷൻ ഫ്രൂട്ട് കിച്ചൺ ചാനൽ. ഒടുവിൽ ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. നീണ്ട 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പാചകവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ചില വ്യക്തിപരമായ തിരക്കുകൾ കാരണമാണ് ഇത്രയും കാലം വീഡിയോസുകളൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനൽ ഗ്യാപ്പില്ലാതെ അടിപൊളി റെസിപ്പികളൊക്കെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ആ പഴയ സപ്പോർട്ടും സ്നേഹവും എനിക്ക് ഇനി അങ്ങോട്ടും വേണം. പിന്നെ നമുക്ക് ഇന്നൊരു നല്ല അടിപൊളി പായസം തയ്യാറാക്കാം. പേട ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 10 പേട എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള കാഷ്യൂ എടുത്തിട്ടുണ്ട്, ഏലക്കായ എടുത്തിട്ടുണ്ട്, നെയ്യുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കുണ്ട്, 1 ലിറ്റർ പാലുണ്ട്. ഇനി നമുക്ക് ഈ പേടയെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊരു ബൗളിലോട്ട് തന്നെ പൊടിച്ച് മാറ്റി വെക്കാം. കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, ആ പേടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീട്ടിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. നല്ല കൊഴുപ്പുള്ള പാല് വേണം നമ്മൾ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു തിക്നെസ്സും കിട്ടുമല്ലേ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൂടെ കൊടുക്കണേ. എൻ്റെ പതയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ താന്നു പോയിട്ടുണ്ട്. ഈ സമയം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പേട കുറേശ്ശെയായിട്ട് പാലിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പേടയെല്ലാം ഞാൻ അതിനകത്തോട്ടൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇതെല്ലാം ആ പാലിനോട് അലിഞ്ഞ് ചേർന്ന് പാല് നല്ലതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും, തിക്കായിട്ട് വരുവേ. അത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാലെല്ലാം നന്നായിട്ട് തിളച്ച് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് നമ്മുടെ ഈ പാലെല്ലാം ആവും. പെട്ടെന്ന് അങ്ങോട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പാലെല്ലാം നല്ലതായിട്ട് തിക്കായിട്ട് വരും. ഇനി നമുക്കിതിനകത്തോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് നിങ്ങൾക്ക് എത്രമാത്രം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പേടയിൽ ഓൾറെഡി മധുരം കാണും, അപ്പം അതിനനുസരിച്ചിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ടേസ്റ്റ് വേറെ വേറെ ആണല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കാഷ്യൂനട്ട് നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. ആവശ്യമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂവും ബദാമോ കിസ്മിസോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം നട്ട്സുകളൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കാഷ്യൂ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പം എന്തായാലും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പായസമാണ്. പപ്പടത്തിൻ്റെ കൂടെയും പഴത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് പേട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇത് കണ്ട നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു നമ്മുടെ പേട പായസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.